റാംചരന്റെ പുഷ്പ ലെവലിൽ തിയേറ്ററിലേക്ക് റിലീസിന് എത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പെഡി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് എല്ലാവർക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഹൈദരാബാദിൽ വെച്ച് നടക്കുകയാണെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം അടുത്ത വർഷം മാർച്ച് 26-നാണ് വേൾഡ് വൈഡ് തിയേറ്ററിലേക്ക് റിലീസിന് എത്താണ്ടിരിക്കുന്നത്. റാംചരന്റെ ആയാലും വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ചിത്രം തന്നെയാണ് പെഡി എന്ന ചിത്രം. ഇന്ന് ലുക്മാന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ പ്രമാണിച്ച് ലുക്മാന്റെ ഏറ്റവും പുതിയൊരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫസ്റ്റ് ലുക്കും ടൈറ്റിൽ ലുക്കും ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത് അതിഭീകര കാമുകൻ എന്നാണ്. ചിത്രം ഈ വർഷമൊക്കെ ആയിട്ടാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രഭാസ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സ്പിരിറ്റ് എന്ന ചിത്രം. ആനിമൽ കൂടാതെ തന്നെ അർജുൻ റെഡ്ഡി പോലുള്ള സിനിമകളിലൊക്കെ സംവിധാനമായിട്ടുള്ള സന്ദീപ് റെഡ്ഡിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തൊരുക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ നായികയെത്താണ്ടിരുന്ന ദീപിക ഈ ഒരു ചിത്രത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടന്റെ വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിലേക്ക് റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ള ചിത്രമായിരുന്നു ഉദയനാണ് താരം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ജൂൺ 20-ന് ഉണ്ടായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോട്ട മുംബൈ എന്ന ചിത്രത്തിന്റെ റിലീസ് ഇന്നലെ ആയിരുന്നു നടക്കാണ്ടിരുന്നത്. പക്ഷേ ഈ തുടരും എന്ന ചിത്രം തിയേറ്റർ ബ്ലോക്ക് ബസ്റ്ററായി ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിത്രത്തിന്റെ റിലീസ് ജൂണിലോ അല്ലെങ്കിൽ ജൂലൈയിലായിട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജൂണിൽ വരുമെന്നായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റ്. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഉദയനാണ് താരം ജൂണിൽ റിലീസിന് എത്തുന്നതുകൊണ്ട് തന്നെ ജൂലൈയിലോട്ട് ചോട്ട മുംബൈയുടെ റിലീസ് മാറ്റിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ദിലീപേട്ട നായകനെ തിയേറ്ററിലേക്ക് റിലീസിന് തന്നിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് ഉറ്റി നോക്കുന്ന ചിത്രം തന്നെയാണ് ഫാ ഫാ ബാ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടൻ ക്യാമിയോ വേഷത്തിലൊക്കെ എത്തുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വരുന്ന ജൂലൈ 4 മുതലായിരിക്കും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. അല്ലു അർജുൻ നായകനെ അല്ലിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗാണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. ഈ ഒരു ചിത്രത്തിൽ ദീപിക ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾ വരുന്തോറും വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ചിത്രം അടുത്ത വർഷം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമൊക്കെ ആയിട്ടാണ് തിയേറ്ററിലേക്ക് റിലീസിനെത്താനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ VFX-നൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമായിരിക്കും എന്നാണ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. തലവർ രജനികാന്ത് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജയിലർ ചിത്രത്തിന്റെ 2ാം ഭാഗം. ചിത്രത്തിന്റെ കുറെ അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ഷൂട്ടിംഗ് ഷെഡ്യൂളൊക്കെ കംപ്ലീറ്റ് ആണെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇനി ഈ ഒരു ചിത്രത്തിന്റെ ബാക്കി ഷെഡ്യൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചെന്നൈയിൽ വെച്ചായിരിക്കുമെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ലാലേട്ടനൊക്കെ ഈ ഒരു ചിത്രത്തിന്റെ സെറ്റിലൊക്കെ ജൂൺ ജൂലൈ മാസമൊക്കെ ജോയിൻ ചെയ്യുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. കമലഹാസൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ 234ാമത്തെ ചിത്രം. ഇതൊരു ആക്ഷൻ എൻ്റർടൈനർ ചിത്രമായിരിക്കുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കാരണം ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ RDX, സലാർ, KGF, മാസ്റ്റർ പോലെ സിനിമകളുടെയൊക്കെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള അൻബറിവാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തൊരുക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം ഏകദേശം ഒരു 2 മാസം കൊണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാനാണ് ചിത്രത്തിന്റെ ടീം പ്ലാൻ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂൺ ജൂലൈ മാസമൊക്കെ ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റൂമറും പുറത്തിറങ്ങി. എന്തായാലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.